ഹലോ. ഇന്നത്തെ ടോപ്പിക് ഷിഗല്ലയും ഓർത്തോപെഡിക്സും. എനിക്കിപ്പോൾ സ്ഥിരമായിട്ട് കിട്ടുന്നൊരു സിനാറിയോ ആണ്. ഡോക്ടറെ, എനിക്ക് 2 ആഴ്ച മുമ്പ് ലൂസ് ടൂൾ, അതായത് വയറിളക്കം. പക്ഷേ ഇപ്പം മുട്ടിൽ പെട്ടെന്ന് നീര് വന്നു. നമുക്കറിയാം ഷിഗല്ല ഇപ്പോൾ വ്യാപകമായിട്ട് സ്പ്രെഡ് ആവുന്നൊരു ഡിസീസാണെന്ന്, എസ്പെഷ്യലി കേരളത്തിൽ. ഷിഗല്ല ഒരു ബാക്ടീരിയ കോസിങ് ഡിസീസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ക്ലീൻ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് സ്റ്റൂളായിട്ട് നമ്മൾ കൈ കോൺടാക്റ്റ് വരാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് സർഫസ് വഴി വരുന്നൊരു ഡിസീസാണത്. സിംറ്റംസ് നമുക്കറിയാം. വയറിളക്കം, അതിൻ്റെ കൂടെ ഫീവർ വരും, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്ലഡും വരും, സ്റ്റൂൾസിൻ്റെ കൂടെ ബ്ലഡ് വരും. ഈ കോമ്പിനേഷനാണ് ഷിഗല്ലയുടെ ഒരു പ്രത്യേകത. അലോങ് വിത്ത് അബ്ഡോമിനൽ പെയിൻ, സ്റ്റൊമക് പെയിനും വരും. ഷിഗല്ലയും ഓർത്തോപെഡിക്സ് തമ്മിൽ എന്താ ബന്ധം? റിയാക്റ്റീവ് ആർത്രൈറ്റിസ്, അതായത് 2-3 വീക്സ് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധശേഷി ചെയ്യുന്ന സിസ്റ്റം നമ്മളുടെ ബോഡിയുടെ എതിരായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. ഷിഗല്ല വന്നാൽ അങ്ങനൊരു ഫിനോമിനൻ കാണാറുണ്ട്. യൂഷ്വലി നമ്മുടെ നീ ജോയിൻറ്റ്, ആങ്കിൾ ജോയിൻറ്റ്, ബാക്കാണ് എഫക്റ്റഡ് ആവുക. ജോയിൻറ്റിനകത്ത് നീര് വരും. ഷിഗല്ല കാരണം ജോയിൻറ്റിൽ നീര് വന്നാൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഓഫ് വിച്ച് ചില ആൾക്കാർക്ക് കണ്ണിൽ ഇങ്ങനെ റെഡ്നെസ് വരും, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാവും. മൂത്രം ഒഴിക്കുമ്പോൾ പെയിൻ വരും, പിന്നെ ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ വരും. സോ ഈ 3 പോയിൻറ്റ്സാണ് ഷിഗല്ല കാരണം ജോയിൻറ്റിൽ നീര് വന്നാൽ. ബട്ട് ഷിഗല്ല കാരണം ആ ഷിഗല്ലയുടെ ബാക്ടീരിയ ജോയിൻറ്റിനകത്ത് ഇല്ല. ഷിഗല്ല കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ജോയിൻറ്റിൽ ബാധിക്കുക. ചില കണ്ടീഷൻസ് ജോയിൻറ്റിൽ നീര് വെപ്പിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സെപ്റ്റിക് ആർത്രൈറ്റിസ്, ജോയിൻറ്റിനകത്ത് പഴുപ്പ് വരാണെങ്കിൽ അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്താ? തൊടുമേ ചൂടുണ്ടാവും, പേഷ്യൻറ്റിന് ഫീവർ ഉണ്ടാവും. പക്ഷേ ഷിഗല്ല ജോയിൻറ്റിൽ ബാധിച്ചാൽ ജോയിൻറ്റിൻ്റെ മുകളിൽ ചൂടുണ്ടാവില്ല. പിന്നെ യൂറിക് ആസിഡ് കൂടിയാൽ നീര് വരും, വാദം വന്നാൽ നീര് വരും. ഇതൊക്കെ വേറെ വേറെ കണ്ടീഷൻസാണ്, പക്ഷെ അതിൻ്റെ പ്രസൻറ്റേഷൻ സെയിമാണ്. സോ നമ്മൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യാം? ഓഫ് കോഴ്സ് ഷിഗല്ലയുടെ ട്രീറ്റ്മെൻറ്റ് അറിയാം. മെയിൻലി ആൻറ്റിബയോട്ടിക്സ്, പിന്നെ ഫ്ലൂയിഡ്, അതായത് പോകുന്ന ഫ്ലൂയിഡ് നമ്മൾ റിപ്ലനിഷ് ചെയ്യണം. ഓർത്തോപെഡിക്സ് വെച്ച് നോക്കുമ്പോൾ യൂഷ്വലി റെസ്റ്റ് എടുത്താൽ അത് സെറ്റിലായി വരും. നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ആ ജോയിൻ്റ് ഒന്ന് ലൂസാക്കും. പിന്നെ റയറായിട്ട് വാദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടി വരും. ചില ആൾക്കാർക്ക് ഇത് വിട്ടുപോകില്ല. ഷിഗല്ല വന്നിട്ടും ക്രോണിക് ആയിട്ട്, ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് നമ്മുടെ ബോഡിയുടെ പ്രതിരോധശേഷി ചെയ്യുന്ന സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം ജോയിൻറ്റിൽ ഇങ്ങനെ ബാധിക്കാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ അത് വാദം പോലെ ട്രീറ്റിംഗ് ചെയ്യണം. സോ ഇൻ കൺക്ലൂഷൻ, ഷിഗല്ല വയറിളക്കം അല്ലെങ്കിൽ സ്റ്റൊമക് പെയിൻ മാത്രം ഉണ്ടാക്കുന്നൊരു അസുഖമല്ല. ഓർത്തോപെഡിക്സ് വെച്ച് നോക്കുമ്പോൾ ജോയിൻറ്റ് പെയിൻ ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ്. ബട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാം. താങ്ക് യു.